വണക്കം. ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ, തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് പോലെ ഓരോരുത്തരായി വടക്കോട്ട് പോയി തെക്കോട്ട് പുറപ്പെടുകയാണ്. കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 15 തിരുവനന്തപുരത്ത് സമാപിക്കും. പറഞ്ഞല്ലോ, ജോസ് കെ മാണി മുന്നേ പുറപ്പെടുന്നു എന്ന് മാത്രം. ഇതിലും ശക്തനായവൻ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 3 KPCC പ്രസിഡന്റ് ഇത് ആരംഭിക്കാൻ പോകുന്ന അവരുടെ യാത്ര. തീർച്ചയായിട്ടും തിരിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും കോൺഗ്രസ് പാർട്ടി നടത്തുന്ന യാത്രയിലുണ്ട്. അതുമാത്രമല്ല, ഈ യാത്രയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കെ എം മാണിയാണ്. ഇതിൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ PJ ജോസഫാണ്. ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ്. മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഉമ്മൻചാണ്ടിയോട് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരള കോൺഗ്രസിന്റെ ഈ പരിപാടിക്ക് തന്നെ അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് ബാംഗ്ലൂർ വന്ന്, ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ വന്ന്, മാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡ് എത്തിയതാണ്. ഇതൊക്കെ ഇന്ന് രാവിലെ സംഭവിച്ചത് തന്നെയാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. ഇത് ഇന്ന് രാവിലെ സംഭവിച്ചതാണ്. അതാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ യാത്ര. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാൾ ഒന്നിരുന്നാൽ ഉറങ്ങിപ്പോകും. അതത്ര കാര്യമാക്കണ്ട. ആട്ടെ, അത്രയും യാത്ര ചെയ്തിട്ട്, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തിയോ? അതേക്കുറിച്ച് വല്ലതും ചോദിച്ചോ? ഞാനപ്പോൾ ഇന്ത്യയുടെ ചിത്രം ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു സംസ്ഥാനത്തും BJPക്ക് ഒരു ഹോപ്പുള്ള സിറ്റുവേഷനേ ഇല്ല. ഒന്നുകിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ല എങ്കിൽ മറ്റു കക്ഷികൾ, മതേതര കക്ഷികൾ ജയിക്കുന്ന സാഹചര്യമാണ്. BJP തകർന്ന് അടിയാൻ പോവുകയാണ്. ഈ അവസ്ഥയിൽ, BJP തകർന്ന് അടിയാൻ പോകുന്ന അവസ്ഥയിൽ മാണി സാറ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് അറിയേണ്ടത്. വാസുദേവൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഉൽപാദകരുടെ വരുമാനം 1.5 ഇരട്ടിയാക്കി ഞാൻ വർദ്ധിപ്പിക്കും എൻ്റെ ഭരണത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. മുമ്പ് അച്ഛാദിനായിരുന്നില്ലേ, നല്ല ദിനം വരട്ടെ, ഒരു പ്രഭാതം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള നല്ല പ്രഭാതവും ഉദിക്കുമെന്ന് കരുതി ഇങ്ങനെ കാത്തിരുന്നു. ഒരു പ്രഭാതവും നല്ല പ്രഭാതവും ഉദിക്കുകയുണ്ടായി. ഉദിക്കില്ല എന്നുറപ്പായ അവസ്ഥയിലാണല്ലോ മാണി സാറ് ജോസ്മോന്റെ കൈ പിടിച്ച് തിരിച്ച് UDFിലേക്ക് കയറിയത്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ UDF നേതാക്കളെ സാക്ഷി നിർത്തി ഇങ്ങനെ ഒരു യാത്ര തുടങ്ങുന്നത്. ആ കേരള യാത്ര ഇന്നിവിടെ നിന്ന് ആരംഭിക്കുന്നു. ആ കേരള യാത്രയെ നമുക്കെല്ലാവർക്കും കൂടി അനുഗ്രഹിക്കാം. ഇത് 15 തിരുവനന്തപുരത്ത് എത്തുകയാണ്. ആ 15 വരെ കേരളത്തെ കോളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഉത്ബുദ്ധ കേരള ഉത്ബുദ്ധമാക്കുവാൻ വേണ്ടി നടത്തുന്ന യാത്ര വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്രയൊക്കെ ആഗ്രഹിച്ചാൽ മതി. അല്ലാതെ യൂത്ത് ലീഗുകാർ പറഞ്ഞതുപോലെ അവിടെ എത്തുമ്പോഴേക്ക് ഒരു വിക്കറ്റ് വീഴും എന്നൊന്നും പറയാത്തത് നന്നായി. ഈ യാത്ര ഫെബ്രുവരി 15 തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ യാത്രയും സ്ഥാനം പിടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. MM ഹസന്റെ യാത്ര ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചതുപോലെ കൊടുങ്കാറ്റൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും PJ ജോസഫ് പതാക കൈമാറുകയും
ഒരു യുവാവ്, കർമ്മനിരതനായ കരുത്തുള്ള ഒരു യുവാവ് ജോസ് കെ മാണി ആ ജാഥ നയിക്കുകയും ചെയ്താൽ അത് കേരളത്തിലൊരു സംഭവമാവും, യാതൊരു സംശയവും. കാത്തിരിക്കാം. ഫെബ്രുവരി 15 വരെയല്ലേ, ഒരു സംഭവം ഉണ്ടാകാൻ പോവുകയല്ലേ, കാത്തിരിക്കാം.